ആരാധകരുടെ ഇഷ്ടാനിഷ്ടത്തെക്കുറിച്ച് അതീവ ശ്രദ്ധയുണ്ട് താരങ്ങൾക്ക്. എത്ര നല്ല സിനിമയായാലും പ്രേക്ഷകർ ഏറ്റെടുത്തില്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ വൻ പരാജയമാകും. മികച്ച തിരക്കഥയും അഭിനേതാക്കളും മാത്രമുണ്ടായാൽ പോരാ, സിനിമാ പ്രേമികളെ തൃപ്തിപ്പെടുത്തുകയും വേണം. ഓരോ താരങ്ങളിൽ നിന്നും പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക്. അത്തരത്തിൽ പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കാതെ ഹിറ്റായ സിനിമകളുമുണ്ട്. എന്നാൽ കാഴ്ചക്കാരെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള താരങ്ങളിൽ പലരും ഇമേജ് നിലനിർത്തുന്നതിനായി മികച്ച കഥാപാത്രങ്ങളെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. അത്തരത്തിലൊരു ആശങ്കയുമായാണ് മമ്മൂട്ടി ഈ ചിത്രം ഏറ്റെടുത്തത്. നെഗറ്റീവ് കഥാപാത്രം ചെയ്യാൻ മുഖതയാണ് താരങ്ങളെ പലർക്കും. അത്തരത്തിൽ മമ്മൂട്ടി ഏറെ മടിച്ച് ഏറ്റെടുത്ത ചിത്രമായിരുന്നു ശ്യാമപ്രസാദിൻ്റെ ഒരേ കടൽ. ഫീച്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയിൽ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത്. ഒരുപാട് ആശങ്കകളോടെ മമ്മൂട്ടി ഏറ്റെടുത്ത ഈ ചിത്രം തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയെന്ന് മാത്രമല്ല, മികച്ച മലയാള ചിത്രത്തിലുള്ള ദേശീയ പുരസ്കാരവും നേടി. തൻ്റെ കഥാപാത്രം നെഗറ്റീവായതിനാൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്ന ആശങ്കയോടെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തെ സമീപിച്ചത്. ചിത്രത്തിൻ്റെ ചർച്ചകളിലെല്ലാം ഇക്കാര്യം താരത്തെ അലട്ടിയിരുന്നു. മമ്മൂട്ടിയും മീര ജാസ്മിനും ആദ്യമായി ഒരുമിച്ചത് ഈ ചിത്രത്തിന് വേണ്ടിയാണ്. എഴുത്തുകാരനും ബുദ്ധിജീവിയുമായ ഡോക്ടർ SR നാഥനും ദീപ്തിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ കഥയാണ് ചിത്രം പറഞ്ഞത്. രമ്യ കൃഷ്ണൻ, നരയൻ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടിരുന്നു. ഒരേ കടലിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളുമാണ്. യമുന വെറുതെ, നഗരം വിദുരം, പ്രണയസന്ധി ഒരു തുടങ്ങിയ ഗാനങ്ങൾ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നവയാണ്. തൻ്റെ നെഗറ്റീവ് കഥാപാത്രത്തെ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്ന മമ്മൂട്ടിയുടെ ആശങ്കയെ അസ്ഥാനത്താക്കി തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ഒരേ കടൽ നേടിയത്. സുഹൃത്തും സഹപാഠിയുമായ വിന്നിനോടാണ് സംവിധായകൻ ശ്യാമപ്രസാദ് ഒരേ കടലിൻ്റെ കഥ ആദ്യം പറഞ്ഞത്. സംവിധായകൻ ശ്യാമപ്രസാദ് പല ആംഗിളുകളിലൂടെ കഥ പറഞ്ഞു കൊടുത്തായിരുന്നു മമ്മൂട്ടിയുടെ ആശങ്ക അകറ്റിയത്. വാണിജ്യപരമായും കലാപരമായും മികച്ച വിജയം നേടിയ ചിത്രം നിരൂപക ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.